വാഗമൺ റൂട്ടിലെ ഈ സ്പോട്ട് അറിയാത്ത ആരും കാണില്ല. ഞാൻ എവിടെയോ വായിച്ച പോലെ യാത്ര പലർക്കും പലതാണ്. ചിലർക്ക് അതൊരു തേടലാണ്, മറ്റു ചിലർക്ക് കണ്ടെത്തലുകൾ, വേറെ ചിലർക്ക് ഒളിച്ചോട്ടമാണ്, പിന്നെയുള്ളവർക്കത് ജീവിതമാണ്. ഇതിലെല്ലാം ഉപരി ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗവും എന്നാൽ അനിവാര്യവുമാണെന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. വാഗമണിലെ ടി ജംഗ്ഷനിൽ ചെന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് ഉപ്പുതറ റോഡ് വഴി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി കേട്ടോ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത പ്രൈവറ്റ് പൂൾ വില്ല. നമുക്ക് ഇത്രയും പേർക്ക് തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്പേസ് വളരെ കൂടുതലായിരുന്നു. ഇത്രയും ഒന്നിൻ്റെ ആവശ്യം നമുക്കില്ലായിരുന്നു കേട്ടോ. ആദ്യം തന്നെ പൂള് കണ്ടപ്പം അങ്ങോട്ട് നേരെ പോയി ജസ്റ്റ് അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നല്ല വ്യൂ ആണ്, അവിടെ നിന്നൊക്കെയുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ ക്രിക്കറ്റ് കളിക്കാനാണ് പോയത്. വളരെ കുഞ്ഞുനാളിൽ കളിച്ച ഓർമ്മയാണ് കേട്ടോ എനിക്കിത് അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ തോന്നിയത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്നത്. അങ്ങനെ നമ്മൾ 6 അടിച്ചിരിക്കുന്നു ഗൂയിസ്. നമ്മൾ ഒരുപാട് നേരം കളിച്ചു കേട്ടോ, നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ പൂളിലിറങ്ങി. നമ്മളിപ്പോ വന്നിരിക്കുന്നത് മീശപ്പൊലിമല ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമായി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മളൊരു ചെറിയ ട്രെക്കിങ്ങിന് പോയി. ആ കാഴ്ചകളാണിത്. നമ്മുടെ ആ ഒരു വില്ലയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പ്ലേസിലാണ് പോയത്. നല്ല രസമായിരുന്നു. അവിടെ ആ ഒരു ടൈമിൽ നല്ലൊരു കാലാവസ്ഥയും ഒക്കെ ആയതുകൊണ്ട് നല്ല വൈബായിരുന്നു കേട്ടോ. ഒത്തിരി ഇഷ്ടമായി. അതുപോലെ തന്നെ കുറേ സമയം നമുക്കവിടെ സംസാരിച്ചിരിക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു നല്ല സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് രാവിലെ ചെന്നപ്പോൾ. പിന്നെ അവിടെ ഒരു കുതിരയൊക്കെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മൾ തിരിച്ച് അവിടെ നിന്ന് പോരാണ്. പിന്നെ നമുക്ക് ഇവിടുന്ന് രാവിലെ 11 മണിക്ക് എങ്ങാണ്ട് ചെക്ക് ഔട്ട് ചെയ്യണം. 2 PM ചെക്ക് ഇൻ. ചെക്ക് ഔട്ട് 11 മണിക്കാണ്. ഈ വില്ലയുടെ ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് പാർട്ടിലിടാം കേട്ടോ. നമുക്ക് ഒരു ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ കൊളീഗ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചില്ലടിക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകുന്നു. ദേ ആ പാരഷൂട്ട് പോലെ പോകുന്ന ഐറ്റം കണ്ടില്ല, അതാണ് ശ്രുമോളും അജുമാഷും. അവരൊരുമിച്ചായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ 4 വണ്ടിയിൽ 8 പേരാണ് പോയിട്ടുള്ളത്. ഇതിൽ 2 പേര് മിസ്സിംഗ് ആണ് കേട്ടോ, ആൻസപ്പനും ആശയും. നെക്സ്റ്റ് ടൈം അവരെയും കൂട്ടി നമുക്ക് പോകാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ.